നമസ്കാരം. പാങ് ചേണ്ടിയിലെ തൗഫിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ടുഡേ ന്യൂസ് ഇപ്പോഴുള്ളത്. ഓൾ കേരള ഗോൾഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ നടത്തിയ സ്വർണോത്സവം എന്ന വലിയ സമ്മാന പദ്ധതിയുടെ ഒന്നാം സമ്മാനമായ സ്വിഫ്റ്റ് കാർ നേടിയിരിക്കുന്നത് കരേക്കാട് അലി കരേക്കാട് എന്ന് പറയുന്ന വ്യക്തിയാണ്. തൗഫിക് ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്ത അദ്ദേഹത്തിനാണ് ആ വലിയൊരു സമ്മാനം നേടാൻ സാധിച്ചിരിക്കുന്നത്. 2.5 ലക്ഷം പേരിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു വലിയ നേട്ടത്തിന്റെ പാത്രമായത് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം, ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. അതിന് ഈ തൗഫിക് ഗോൾഡ് ഒരു വലിയ സാക്ഷ്യം വഹിക്കുകയാണ്. എന്നാലും മഞ്ഞളാംകുഴി അലി MLA സ്വിഫ്റ്റ് കാർ ഇന്ന് അദ്ദേഹത്തിന് കൈമാറുകയാണ്. ആ ചടങ്ങിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് തൗഫിക് ഗോൾഡിലെ കുറച്ച് കളക്ഷൻസ് ഒക്കെ നമുക്ക് ഒന്ന് കാണാം. എന്നാൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മുതൽ വലിയ ആഭരണങ്ങൾ വരെ ഇവിടെ ഉണ്ട്. വെഡ്ഡിംഗ് കളക്ഷൻസ്, പ്രത്യേകിച്ച് വെഡ്ഡിംഗ് കളക്ഷൻസ് ആണ് ഇവിടെ ഇവർ ഫോക്കസ് ചെയ്തിരിക്കുക. ഒപ്പം സാധാരണക്കാർക്ക് കൂടി അഫോർഡബിൾ ആയ രീതിയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇപ്പോഴുണ്ട്. ഒപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള 18CT ഓർണമെന്റ്സ് വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഓൾ കേരള ഗോൾഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ നടത്തിയ സ്വർണോത്സവം എന്ന സമ്മാന പദ്ധതിയിൽ ഒന്നാം സമ്മാനമായ സ്വിഫ്റ്റ് കാർ നേടിയിരിക്കുന്നത് തൗഫിക് ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്ത അലി കരേക്കാട് എന്ന വ്യക്തിയാണ്. ആ വലിയ സന്തോഷത്തിന്റെ ഭാഗമാവുകയാണ് ടുഡേ ന്യൂസും. ഇപ്പോൾ തൗഫിക് ഗോൾഡിൽ മഞ്ഞളാംകുഴി അലി MLA ആ ഒരു സ്വിഫ്റ്റ് കാർ ഇപ്പോൾ അദ്ദേഹത്തിന് കൈമാറും. ആ ചടങ്ങ് നടക്കാനിരിക്കുകയാണ്. മഞ്ഞളാംകുഴി അലി MLA ആണ് ആ കാർ സമ്മാനിക്കുന്നത്. എന്തായാലും തൗഫിക് പാങ് ചേണ്ടിയിൽ 30 വർഷത്തോളമായി തൗഫിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ഈ ഒരു പ്രദേശത്തുകാരുടെ സ്വർണ്ണ സങ്കല്പങ്ങളൊക്കെ സാർത്ഥകമാക്കിക്കൊണ്ട് ഏത് സാധാരണക്കാർക്കായിക്കോട്ടെ, ഏറ്റവും റിച്ച് ആയിട്ടുള്ള പേഴ്സൺസിനായിക്കോട്ടെ, ആർക്ക് വേണ്ട എത്തരത്തിലുള്ള കളക്ഷൻസ് ആണെങ്കിൽ അതെല്ലാം ഇവിടെ ഉണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരുടെ കളക്ഷൻസ് കാണാം. അതിമനോഹരമായ വെഡിങ് കളക്ഷൻസ് തന്നെ തൗഫിക് ഗോൾഡ് സൂക്കിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രേക്ഷകർ കാണുന്നുണ്ടാവും ടുഡേ ന്യൂസിലൂടെ എന്നാണ് വിശ്വസിക്കുന്നത്. വലിയ അതിമനോഹരമായ കളക്ഷൻസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വെഡിങ് കളക്ഷൻസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇന്നത്തെ ട്രെൻഡിന് അനുസരിച്ചിട്ടുള്ള ഡിസൈൻസ് ആണ് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ഇവിടെ ഒരുക്കാൻ തൗഫിക് ഗോൾഡ് ശ്രദ്ധ ചെലുത്തുന്നു എന്നത് പറയാതെ വയ്യ. ഒപ്പം ഏറ്റവും ട്രഡീഷണൽ ഐറ്റംസ് വരെ ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു വലിയ കളക്ഷൻസും ഇവിടെ ഈ തൗഫിക് ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട്. പാങ് ചേണ്ടിയിൽ തൗഫിക് ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട്. 30 വർഷമായി അവർ ഇവിടെ ഈ ഒരു ആളുകളുടെ സ്വർണ്ണ മോഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് 30 വർഷത്തോളമായി പാങ് ചേണ്ടിയിൽ പ്രവർത്തിക്കുകയാണ് തൗഫിക് ഗോൾഡ്. ഒരുപാട് സമ്മാന പദ്ധതികളുണ്ട്, ഒരുപാട് നറുക്കെടുപ്പുകളും സമ്മാന പദ്ധതികളൊക്കെ നടത്തി അതിൽ പുരസ്കാരം നേടിയ വ്യക്തികളും ഇന്ന് ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. എന്നാലും ചെറിയ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉൾപ്പെടെയുള്ളവ ഇവിടെയുണ്ട്. ഏറ്റവും കുറഞ്ഞ തൂക്കത്തിലുള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളോടൊപ്പം ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന 18CT ഓർണമെന്റ്സ് പ്രേക്ഷകർ കാണുന്നുണ്ടായിരിക്കും. 18CT ഓർണമെന്റ്സിന്റെ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ഓർണമെന്റ്സ് ആണ് 18CT. ഈ ടീനേജേഴ്സ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന അവരുടെ ഒരു ചോയ്സ് ആയി മാറിയ കളക്ഷൻസ് ആണ് 18CT ഓർണമെന്റ്സുകൾ. ആ ഒരു ഓർണമെന്റ്സിന്റെയും ഒരു വലിയ ശേഖരം, ക്യാമ്പസ് ഫ്രണ്ട്ലി ശേഖരം എന്ന് പറയാം, അത് ഇവിടെയുണ്ട്. ഇന്നത്തെ വില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും എപ്പോഴും അഫോർഡബിൾ ആയ പ്രൈസിൽ സ്വർണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് പറ്റിയ കളക്ഷൻസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം സിൽവർ ഓർണമെന്റ്സിന്റെ വലിയൊരു ശേഖരം തന്നെ, ആംഗ്ലറ്റുകളായിക്കോട്ടെ, ബ്രേസ്ലെറ്റുകളായിക്കോട്ടെ, ചെയിൻ എല്ലാം ഉണ്ട്. സിൽവർ കളക്ഷൻസും ഇവിടെ വലിയ ഒരു ശേഖരം തന്നെയാണ്. പുരുഷന്മാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിൽവർ കൈച്ചെയിനുകളുടെയൊക്കെ ഒരു വലിയ ശേഖരം ഇവിടെ കാണാൻ സാധിക്കും. ഒപ്പം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, ഹെവി ആയിട്ടുള്ള ചോക്കറുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. തൗഫിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വലിയൊരു ശേഖരം ഇവിടെ പാങ് ചേണ്ടിയിലെ ആളുകളുടെ സ്വർണ്ണ മോഹങ്ങളെയൊക്കെ സാർത്ഥകമാക്കുകയാണ് തൗഫിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എന്തായാലും ഇന്ന് ഓൾ കേരള ഗോൾഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ നടത്തിയ സമ്മാനോത്സവത്തിന്റെ ഭാഗമായ സ്വിഫ്റ്റ് കാർ, അത് 2.5 ലക്ഷം പേരിൽ നിന്നും തൗഫീക്കിലൂടെ പർച്ചേസ് ചെയ്ത അലി കരേക്കാട് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആ കാർ ഇന്ന് മഞ്ഞളാംകുഴി അലി MLA അദ്ദേഹത്തിന് കൈമാറുകയാണ്. ആ സുവർണ്ണ മുഹൂർത്തത്തിന്റെ ഭാഗമാവുകയാണ് ഇവിടെ ഇപ്പോൾ ടുഡേ ന്യൂസ്. ആ ഒരു മുഹൂർത്തത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആ ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. മങ്കട MLA മഞ്ഞളാംകുഴി അലി ഇന്ന് ആ ഒരു സ്വിഫ്റ്റ് കാർ അലി കരേക്കാടിന് കൈമാറും. അതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ടുഡേ ന്യൂസ്. മഞ്ഞളാംകുഴി അലി സാർ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ തൗഫിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റാഫ്
സിറാജിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് വെൽക്കം സിറാജ് ടു സ്റ്റേജ്. നല്ലൊരു കൈയോട് കൂടി അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ടോഫി ഗോൾഡിൻ്റെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നമ്മുടെ സ്ഥലം MLAയും ശ്രീ മഞ്ഞാനകോയി സാർ, നമ്മുടെ കുറുവ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നസീറ ടീച്ചർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോലി ടീച്ചർ, നമ്മുടെ ഓൾ കേരള സിൽവർ മർച്ചൻറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അസീസാക്ക, വർക്കിംഗ് സെക്രട്ടറി പ്രകാശ്, വ്യാപാരി വ്യവസായി ഏകോപനത്തിൻ്റെ പാങ്ങ യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞാണിയാക്ക, സെക്രട്ടറി ഷിഹാബ് ഉയിത്തറ, അങ്ങനെ കുറുവ പഞ്ചായത്തിൻ്റെ മെമ്പർമാർ, നമ്മൾ ഇന്നിവിടെ സംബന്ധിച്ചത് സെപ്റ്റംബർ 14 മുതൽ ജനുവരി 14 വരെ ഓൾ കേരള സിൽവർ മർച്ചൻറ്റേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വർണോത്സവം പരിപാടിയുടെ ബമ്പർ സമ്മാനമായ ഷിഫ്റ്റ് കാർ 1000-ഓളം കടകളിൽ നടന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ 2.5 ലക്ഷത്തോളം കൂപ്പണുകളിൽ നമ്മുടെ ഈ നാട്ടിലെ അഥവാ ഉൾഗ്രാമത്തിലെ ഒരു സാധാരണക്കാരനായ അലി കരേക്കാട് എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് ബമ്പർ സമ്മാനം കിട്ടിയത്. അത് അറിഞ്ഞത് മുതൽ ഒരുപാട് ആളുകൾ നമ്മളെ അത് കിട്ടേണ്ട കൈകൾ കിട്ടിയത് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മളോട് പറയുകയും അത് നമ്മൾ ടോഫി ഗോൾഡിൻ്റെ മുഖേന കിട്ടിയപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. നല്ലൊരു പരിപാടിയായിട്ട് തന്നെ ഈ സമ്മാനം നിങ്ങൾ കൈമാറണമെന്ന് ഒരുപാട് ആളുകൾ എത്തി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് കൊടുക്കാൻ നമ്മുടെ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായി പിന്നെ പോരാത്ത ഒരു സന്തോഷ വാർത്ത, 1000-ഓളം കടകളിൽ നിന്ന് ഈ കൂപ്പൺ ചെലവാക്കിയത് ഇതിൽ 3-ാം സ്ഥാനം നമ്മുടെ ടോഫി ഗോൾഡിന് ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നടന്ന ഈ പരിപാടിയിൽ വളരെയധികം സന്തോഷം. അതിനോട് നമ്മൾ സഹകരിച്ച നമ്മുടെ എല്ലാ ടോഫീക്കിൻ്റെ കസ്റ്റമേഴ്സിനും ആദ്യമായി നന്ദി പറയുകയാണ്. പിന്നെ കൂടുതൽ വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല, എൻ്റെ കർത്തവ്യ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ മഞ്ഞാനകുടി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ടോഫി ഗോൾഡിൻ്റെ വകയും എൻ്റെ സ്വന്തം വകയിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ കുറുവ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നസീറ ടീച്ചർ, വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻക, നമ്മുടെ കുറുവ പഞ്ചായത്തിലെ മറ്റ് മെമ്പർമാർ, എല്ലാവരെയും ഞാൻ ഓരോരുത്തരുടെ പേരിങ്ങനെ പറയാതെ പെട്ടെന്ന് പരിപാടി എല്ലാവർക്കും ഈ പരിപാടി കഴിഞ്ഞ് പോകേണ്ടതുണ്ട്. എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം പറയുകയാണ്. പിന്നെ നമ്മുടെ AKGSMയുടെ പ്രസിഡന്റ് അസീസാക്ക് ഈ വേദിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ തിരൂർ വെച്ച് നമ്മുടെ വ്യാപാരി വ്യവസായയുടെ പരിപാടിയിൽ നിന്ന് നമ്മുടെ പരിപാടിയിലേക്ക് കഷ്ടപ്പെട്ട് എത്തിയ ആളാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വിദ്യ പ്രകാശ് വർക്കിംഗ് സെക്രട്ടറി, മറ്റ് നേതാക്കന്മാരൊക്കെ വഴിയിലാണ് ഇവിടെ എത്തിയിട്ടില്ല. എല്ലാ AKGSMയുടെ നേതാക്കളെയും ഞാൻ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പാങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് കുഞ്ഞാണിയാക്ക, സെക്രട്ടറി ശ്യാം ഉയിത്തറ, പിന്നെ
ബ്ലോക്ക് മെമ്പർ മുഹമ്മദ് ടിക്ക, അങ്ങനെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് തോഫീക്ക് ഗോൾഡിൻ്റെ വകയും സ്വന്തം വകയായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹൃദയങ്ങൾ കീഴടക്കിയ വ്യക്തിത്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സ്ഥലം MLA മഞ്ഞളാംകുഴി അലി സാറിനെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഡയസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് സർ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങൾ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ, തൗഫീഖ് ജ്വല്ലറിയെ പറ്റി നമുക്കെല്ലാവർക്കും നല്ലപോലെ പരിചയമുണ്ട്. 10-30 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച കച്ചവടമാണ് അവർ. പുലാമന്തോൾ ബ്രാഞ്ചുണ്ട്, മുഴക്കാട്ടിൽ ബ്രാഞ്ചുണ്ട്, ഇനി വേറെ എവിടെയെങ്കിലും പുതിയ ബ്രാഞ്ച് തുടങ്ങിയത് എനിക്കറിയില്ല. 2-3 ബ്രാഞ്ച് ഉറപ്പായിട്ടുണ്ട്. അവർ കച്ചവടം ഇങ്ങനെ ഓരോ ദിവസം പുരോഗമിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധമാണ്, അവരുടെ വിശ്വാസമാണ്. നമ്മളെ കസ്റ്റമേഴ്സിന് തൗഫീഖ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, നല്ല സാധനങ്ങൾ അവിടുന്ന് കിട്ടുക. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് സ്വർണം മടക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനവർ സഹായിക്കും. ആ ഒരു വിശ്വാസം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ജില്ലയിൽ 1000-ഓളം ജ്വല്ലറികളാണുള്ളത്. അവിടെയൊക്കെ ഇതേ രീതിയിലുള്ള പരിപാടി നടന്നിരുന്നു. പിന്നെ ടോക്കൺ ഉണ്ടായിരുന്നു, സമ്മാനം കൊടുത്തിരുന്നു. ആ സമ്മാനത്തിന് തൗഫീഖ് ജ്വല്ലറി ഇവിടുന്ന് വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം കിട്ടിയെന്നുള്ളതാണ്. 1000കണക്കിന് കൂപ്പണാണ് കൊടുത്തിരുന്നത്. 1000കണക്കിന് ജ്വല്ലറികളുണ്ട്. എന്നിട്ട് നറുക്കെടുപ്പിന് നമ്മളെ ഈ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ആൾക്കാണ് ഇവിടെ കാറ് കിട്ടിയെന്നുള്ളത് നമ്മളൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ശരിക്കും എത്തേണ്ടടുത്ത് തന്നെ എത്തിച്ചേർന്നു എന്നാണ് ഞങ്ങളൊക്കെ വിശ്വാസം. സന്തോഷമുണ്ട്, വളരെ സന്തോഷം. അത് മാത്രമല്ല, ജില്ലയിലെ ഏറ്റവും കൂടുതൽ ടോക്കൺ വിറ്റത് 3ാമത്തെ, പിന്നെ ഇത് 3rd പ്രൈസ് ബിർക്ക. അതിന്റെ അർത്ഥം എന്താ? ധാരാളം ആൾക്കാർ ഇവിടുന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വലിയ രീതിയിലുള്ള കച്ചവടം തൗഫീഖ് ജ്വല്ലറിക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. ഇത് ഇന്ന് 2-3 പരിപാടി കൂടിയിൽ എനിക്ക് പങ്കെടുക്കേണ്ടത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകാതെ ഞാൻ എൻ്റെ വാക്കുകൾ സംവരിക്കുന്നു. അഭിവന്ദനങ്ങൾ. ഈ നമ്പർ കിട്ടിയ ആൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംവരിക്കുന്നു. Thank you, sir. കൊടുക്കല്ലേ? ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ സ്വർണോത്സവം 2023 സെപ്റ്റംബർ 14 മുതൽ 2024 ജനുവരി 13 വരെയുള്ള സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ജനുവരി 14 മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ മലപ്പുറം MLA ഉബൈദുല്ല സാറുടെയും AKGSMA നേതാക്കളുടെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളുടെയും സാന്നിധ്യത്തിൽ മന്ത്രി ശ്രീമാൻ അബ്ദുറഹ്മാൻ സാർ നിർവഹിച്ച നറുക്കെടുപ്പിൽ തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് പാങ്ങച്ചേരിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത അലി കരേക്കാടിന് 1ാം സമ്മാനമായ സ്വിഫ്റ്റ് കാർ ലഭിച്ചിരിക്കുന്നു. ഈ മഹനീയ കർത്തവ്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
മഞ്ഞളാംകുഴി അലി സാറിന് തൗഫീഖ് ഗോൾഡ് ഡയമണ്ട്സിന്റെ സ്നേഹോപഹാരം നൽകുന്ന ചടങ്ങാണ് അടുത്തതായി വേദിയിൽ നടക്കാനായിട്ട് പോകുന്നത്. തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടേഴ്സ് ആണ് സ്നേഹോപഹാരം നൽകുന്നത്. നമ്മൾ ഏവരും തന്നെ കാത്തിരുന്ന സുലഭ മുഹൂർത്തത്തിലാണ് നമ്മൾ ഏവരും തന്നെ നിൽക്കുന്നത്. സോ എല്ലാവരും ചേർന്ന് ഈ ഒരു അവസരത്തിൽ നല്ലൊരു കൈയടി നൽകിക്കുക നമ്മുടെ തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് വേണ്ടി. ഒരിക്കൽ കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ് തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പേര്. തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് അതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്നേഹവും അറിയിക്കുന്നു. ജനഹൃദയങ്ങളിൽ മറക്കാനാകാത്ത നാമം തൗഫീഖ് ഗോൾഡ്. അന്നും ഇന്നും എന്നും സത്യത്തിന്റെ പാതയിൽ മാത്രം. തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്നേഹം ക്ഷണവും സ്വീകരിച്ചെത്തിയ പ്രിയ മഞ്ഞളാംകുഴി അലി സാറിനെ നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് യാത്ര അയക്കാം. അടുത്തതായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സമ്മാനമായ സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കിയ പ്രിയ അലി കരീക്കാട് അലി സാറിനെ തന്റെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഈ ഒരു അസുലഭ നിമിഷത്തില് തനിക്ക് കിട്ടിയ ഈ ഒരു വലിയ മനസ്സ് നിറഞ്ഞു കിട്ടിയിരിക്കുന്ന ഈ ഒരു അനുഗ്രഹത്തില് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്, എന്താണ് തൗഫീഖ് ഗോൾഡിനോട് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. പ്ലീസ് സർ. അസ്സലാമു അലൈക്കും. വേദിയിലെ നേതാക്കന്മാരെ, സദസ്സിലെ അടികളെ, എല്ലാവർക്കും തന്നെ ഈ നറുക്കെടുപ്പിൽ എൻ്റെ അടുത്ത് 2 കൂപ്പന ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ നറുക്കെടുപ്പിൻ്റെ 2 മാസം മുമ്പ്, ഒന്ന് നറുക്കെടുപ്പിൻ്റെ തലേ ദിവസം, അങ്ങനെ 2 കൂപ്പനായിട്ടുണ്ടായിരുന്നു. അതിന് തലേ എടുത്ത കൂപ്പണിനെ അടിച്ചത് ആദ്യത്തെ അടിച്ചിട്ടില്ല. ഇനി നറുക്കെടുപ്പിൻ്റെ അന്നേ ദിവസം തൗഫീഖിൻ്റെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നാളെ വരണം, സമ്മാനം എടുത്തിട്ടില്ല. എന്താണ് സമ്മാനം മുതലാളി പറയുന്നില്ല. ചിലപ്പോൾ ഇതിൽ ചെറിയ സമ്മാനമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കാലടിച്ച് എനിക്ക് വിശ്വാസമായിട്ടില്ല. അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വിളിച്ചു, നിങ്ങൾക്ക് സമ്മാനം വിളിച്ചു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പഠിക്കുമോ ജോലിക്ക് പോയിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ പറഞ്ഞയച്ചു, കൂപ്പണുമായിട്ട് നീ പോയിക്കോ, എന്തെങ്കിലും ചെറിയ സമ്മാനങ്ങൾ ഉണ്ടാവും. കാറൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, കാറടിച്ചിട്ട് അവർ വിളിച്ച് പറയൂല, കാറടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഞാൻ കൂപ്പണുമായി ഭാര്യയെ പറഞ്ഞയച്ചു. ഭാര്യ കൂപ്പണുമായിട്ട് തൗഫീഖിലേക്ക് പോയി.
തൗഫീഖിൽ പോയപ്പോൾ ഞാൻ ജോലി സ്ഥലത്താണ് ഞാൻ. പക്ഷേ ഭാര്യ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് കാറടിച്ചില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ മൈക്കിൻ്റെ മുന്നിൽ ഞെട്ടിയിട്ടില്ല. ഞാൻ ഞെട്ടിയത് ഒരു കാറടിച്ചു എന്ന് കേട്ടപ്പോഴാണ്. കാറിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അവർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾക്ക് മാത്രമേ പ്രതീക്ഷിക്കുള്ളൂ. ചെറിയ ചെറിയ സമ്മാനങ്ങൾ സല്ലാജമായി നിൽക്കരുത്. നിങ്ങൾ തലേ ദിവസം ഞങ്ങൾ സംസാരിച്ചിരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, 2 ഡോറുള്ള ഒരു സല്ലാജ് കിട്ടിയിരുന്നെങ്കിൽ അത് മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കാറടിക്കൂലേ വെച്ച്. കാറൊന്നും നമുക്ക് അടിക്കൂല, നമുക്കൊന്നും വാങ്ങില്ല. പിറ്റേ ദിവസം പെട്ടെന്ന് കെട്ടിപ്പോയത് ഈ കാറടിച്ചെന്ന് കേട്ടപ്പോഴാണ്. അങ്ങനെ ഞാൻ 2 പൂക്കളുമായിട്ട് ഇവിടെ എത്തി. പക്ഷേ ഞാൻ 15 കൊല്ലങ്ങൾക്ക് മുമ്പ് 25 പവൻ വിറ്റത് ഈ സ്വർണ്ണ കടയിലാണ്. ഈ തൗഫീഖിലാണ് ഞാൻ വിറ്റത്. പക്ഷേ എൻ്റെ വീട് പണിക്ക് വേണ്ടി ഞാൻ വിറ്റത് ഈ ജ്വല്ലറിയിലാണ്. പല ജ്വല്ലറികളിൽ ഞാൻ അന്വേഷിച്ചു പോയി. പക്ഷേ എനിക്കതിൽ നിന്നും ലാഭം കിട്ടിയില്ല. ജ്വല്ലറിയിൽ പോയിട്ട് ഞാൻ തൂക്കി. അവർ തൂക്കിയപ്പോഴും ലാഭം കണ്ടില്ല. പക്ഷേ വീണ്ടും ഞാൻ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ ഇവിടുത്തെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വൈകുന്നേരം വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ജ്വല്ലറികളിലും പോയിട്ട് അന്വേഷിച്ചപ്പോഴും കൂടുതൽ കിട്ടിയത് ഈ ജ്വല്ലറിയിലാണ്. തൗഫീഖിൻ്റെ ഫണ്ട് പാങ്ങിച്ചേണ്ടിയുടെ ഫണ്ടിലൊരു ജ്വല്ലറി ഉണ്ടെങ്കിൽ അത് തൗഫീഖ് ജ്വല്ലറിയാണ്. അത് ഉറപ്പിച്ച് പറയാം. പക്ഷേ ഒരുപാട് ജ്വല്ലറികൾ പോയിട്ടും ലാഭമില്ല എന്ന് പറഞ്ഞു. പല ജ്വല്ലറികളിൽ വെട്ടിക്കളി പോയി. അവിടെ നിന്നും ലാഭം കിട്ടിയില്ല. ആ ജ്വല്ലറികൾ പൂട്ടിക്കെട്ടാണ് പോയി. പക്ഷെ കോട്ടക്കലിൽ പോയി, അവിടെയും ലാഭമില്ല. പല ജ്വല്ലറികളിൽ പോയിട്ട് അവർ ഉരുക്കിയിട്ടാണ് തൂക്കുള്ളതെന്ന്. പക്ഷേ ഇവിടെ ഉരുക്കാതെ തൂക്കുന്നത്. തൂക്കിയിട്ട് 5 ദിവസം പണം മുഴുവനും എനിക്ക് തന്നു വീട് പണിക്ക് വേണ്ടി. ആ പണവുമായി ഞാൻ വീട്ടിലേക്ക് പോയി. 5 ദിവസം തന്നെ ഞാൻ, പക്ഷേ ആ പൈസ എനിക്ക് അപ്പത്തന്നെ കിട്ടി. അങ്ങനെ എൻ്റെ വീട് പണി മുഴുവനായിട്ടില്ല. ഏതാനും പണികളൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടിയൊക്കെ പണിയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു പോയി, എന്തെങ്കിലുമൊക്കെ അടിച്ചിരുന്നെങ്കിൽ പണി മുഴുവനാക്കായിരുന്നു. പക്ഷേ നല്ല ഒരു സമ്മാനം തന്നെ പടച്ചോൻ എനിക്ക് തന്നു. ഒരു പടച്ചോനാണ് ഇതിൽ തിരഞ്ഞെടുത്തത്. ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളും പടച്ചോനുമായിട്ടാണ് തിരഞ്ഞെടുക്കുക. ഇതിൽ പടച്ചോൻ മാത്രം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഈ തൗഫീഖ് ജ്വല്ലറിക്ക് വേണ്ടി പക്ഷേ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈകളിൽ തന്നെയാണ് 1ാം സമ്മാനമായ സൃഷ്ടിക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ അതിൽ ഒരുപാട് സന്തോഷം. അർഹമായ കൈകളിലേക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു സമ്മാനം എത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മധുരത്തിന് ഇരട്ടി മധുരമാണ്. തൗഫീഖ് ഗോൾഡ് നൽകിയിരിക്കുന്ന ഈ ബമ്പർ സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട അലിക്ക സ്വന്തമാക്കിയതിൽ നമ്മുടെ നാടിനെ തന്നെ അഭിമാനിക്കും. ചില വിജയങ്ങൾ അങ്ങനെയാണ്, അത് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അപ്പുറമായിരിക്കാം സംഭവിക്കുന്നത്. ചില പ്രപഞ്ചം അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലൂടെ, വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ ഒക്കെ ആയിരിക്കാം നമ്മളിലേക്ക് വിജയം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ എത്തിയിരിക്കുന്ന വിജയത്തിന് അലിക്ക ഒരുപാട് അദ്ദേഹത്തിന് അർഹമായ ഒരു സമ്മാനമാണ് എന്നുള്ളത് കൊണ്ടും നമുക്ക് ഏവർക്കും ഒത്തിരി സന്തോഷവും മനസ്സും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം സംസാരിക്കുന്ന ഓരോ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്, അല്ലേ? ഇനി അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് 2 വാക്ക് സംസാരിക്കുന്നതിനായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് CT അബ്ദുൽ അസീസ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സർ, പ്ലീസ് വെൽക്കം ഓൺ ദി ഡയസ്. പ്രിയമുള്ളവരെ, നമസ്കാരം. അതിമഹത്തായ ഈ ചടങ്ങിന്റെ ബഹുമാന്യനായ അധ്യക്ഷനും അതേപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MLA മഞ്ഞലാംകുഴി അലി സാറ്, വേദിയിലുള്ള
ആൾ കേരള ഗോൾഡ് സിൽവർ മെർച്ചന്റ് ഡിവിഷന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അയ്മോജി, ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അക്ബർ, സംസ്ഥാന സെക്രട്ടറി പ്രകാശന്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് NTK ബാബു, നമ്മുടെ ഈ പാങ് പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജുവേലിയ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, തൗഫീഖ് ഗോൾഡിലെ നല്ലവരായ ഇതിൻ്റെ തൊഴിലാളി സുഹൃത്തുക്കളെ, അതേപോലെ തന്നെ ഇതിൻ്റെ ഓണർമാരെ, വളരെ സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ ഒന്നാം സമ്മാനമായ സ്വിഫ്റ്റ് കാർ തൗഫീഖ് ഗോൾഡിന് കിട്ടി എന്നുള്ളതാണ്. 2,85,000 കൂപ്പണുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ സാഹിബ് വളരെ പ്രയാസപ്പെട്ടായിരുന്നു മലപ്പുറം റോസ് ലോഞ്ചിൽ നിന്ന് ആ ടിക്കറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത്. പല പ്രാവശ്യം ഞങ്ങളൊക്കെ കുലുക്കി. അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് എന്ന് നമുക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു പ്രിയപ്പെട്ട അലിനെ കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്കൊക്കെ ദൈവം പല സമയത്തായി പല അനുഗ്രഹങ്ങൾ നൽകും. അലിക്ക് അനുഗ്രഹമായി വന്നത് നമ്മുടെ പ്രിയപ്പെട്ട തൗഫീഖ് ഗോൾഡിൽ നിന്നുള്ള ആ സമ്മാനമായിട്ടാണ്. എന്തായാലും തൗഫീഖ് ഗോൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വിശ്വസ്ത സ്ഥാപനം കൂടിയാണ്. അതേപോലെ തന്നെ സംഘടനയോട് ഏത് സമയവും എന്താവശ്യവും സഹകരിച്ചു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിൽ 1000-ഓളം സ്വർണ്ണ വ്യാപാരികളുണ്ട്. അതിൽ ഞങ്ങൾ കൂപ്പൺ വിതരണവുമായി ബന്ധപ്പെട്ട് ആദ്യമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇവിടെ വെക്കേണ്ടത് വെച്ചോ എന്നാണ് പറഞ്ഞത്. ഒരു കൂപ്പൻ്റെ പുസ്തകത്തിന് 1500 രൂപയായിരുന്നു, ഒന്നിന് 15 രൂപ. അപ്പോൾ ഈ നിലയിൽ വളരെയധികം കൂപ്പനുകൾ എടുത്ത് ഈ സംഘടനയോട് സഹായിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തിനൊരു പ്രത്യേക മൊമെന്റോ നൽകുകയുണ്ടായി. ഏറ്റവും കൂടുതൽ കൂപ്പൺ എടുത്ത 3ാം സ്ഥാനക്കാരായ തൗഫീഖ് ഗോൾഡിന് വേണ്ടി അന്ന് ഓർമ്മ ശരിയാണെങ്കിൽ വ്യാപാര വ്യവസായിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജിയാണ് നൽകിയത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എപ്പോഴും നമുക്കൊക്കെ ഓരോ സ്വപ്നങ്ങളുണ്ട്. ജീവിതത്തിൽ സ്വപ്നം കാണാത്തത് ആരുമില്ല. അത് നമുക്കത് പാഠമായി നൽകിയത് നമ്മുടെ മുൻകാല ഇന്ത്യയുടെ നമ്മളൊക്കെ എന്നും അഭിമാനമായി കാണുന്ന നമ്മുടെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം സാറാണ്. അപ്പൊ യുവാക്കളെ സ്വപ്നം കാണൂ എന്ന് പറഞ്ഞു. ഇപ്പോ മധ്യവയസ്കർ കാണും, അതുപോലെ തന്നെ അതിൽ പ്രായമുള്ളവരും കാണും. നമുക്ക് എന്തും സ്വപ്നം കാണാം. അതൊക്കെ നൽകേണ്ടത് ദൈവമാണ്. തീർച്ചയായിട്ടും അലിക്ക് ദൈവം നൽകിയ, കനിഞ്ഞു നൽകിയ ഒരു സമ്മാനമാണ് ആ നിൽക്കുന്ന സ്വിഫ്റ്റ് കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നൽകുവാനും ഇതിനുവേണ്ടി ഞങ്ങൾ 3 മാസത്തോളമാണ് ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്. വളരെ നല്ല സഹകരണമായിരുന്നു കസ്റ്റമേഴ്സിനൊക്കെ. നിങ്ങളൊക്കെ ഏത് സ്ഥാപനത്തിൽ ചെന്നാലും സൗജന്യമായിട്ടായിരുന്നു ഞങ്ങൾ ആ കൂപ്പൺ വിതരണം ചെയ്യുന്നത്. ഇത് സാധനം വാങ്ങിയാൽ മാത്രമല്ല, ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ തൗഫീഖ് ഗോൾഡ് സന്ദർശിക്കുന്നവർക്കൊക്കെ സൗജന്യമായി കൂപ്പൺ നൽകണമെന്ന് പറഞ്ഞു. അത് അക്ഷരം പ്രതി അവരത് അനുസരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് അവർക്ക് അർഹതക്കുള്ള അംഗീകാരമായി അവർക്ക് ഈ സമ്മാനം കിട്ടിയത്. എന്തായാലും ആൾ കേരള ഗോൾഡൻ സിൽവർ മെർച്ചന്റ് ഡിവിഷന് അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റിക്ക് ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഇത്ര നല്ലൊരു ചടങ്ങ് അവർ സംഘടിപ്പിച്ചു. അവരുടെ സ്ഥാപനമൊക്കെ അടച്ചിട്ടുകൊണ്ട് അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഇന്നത്തെ ഒരു ദിവസം കച്ചവടം ഇല്ലെങ്കിൽ കൂടി ഈ കാണുന്ന ആളുകളിലൊക്കെ അതൊരു എന്താ പറയാ, ആ ഒരു തൗഫീഖ് എന്നുള്ള നാമം നിങ്ങളിലൊക്കെ എത്തിച്ചു നൽകുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതിന്റെ വളർച്ചയ്ക്കായി നിങ്ങളൊക്കെ അവരുമായി സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് വലിയ രീതിയിലല്ലെങ്കിൽ കൂടി ഒരാശംസയ്ക്ക് എന്നെ ക്ഷണിച്ച ഇവരുടെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. ജയ് AK ജയ്സമ്മി. താങ്ക് യു സർ. ജനഹൃദയങ്ങളിൽ മറക്കാനാകാത്ത നാമം തൗഫീഖ് ഗോൾഡ്. അന്നും ഇന്നും എന്നും സത്യത്തിന്റെ പാതയിൽ മാത്രം.
ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും തൗഫീഖ് ഗോൾഡിന്റെ നറുക്കെടുപ്പ്, സ്പോട്ട് നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. തൗഫീഖ് ഗോൾഡിന്റെ ഷോപ്പിന് മുൻവശത്ത് സജ്ജമാക്കിയിരിക്കുന്ന ബോക്സിൽ നിങ്ങളേവരും നിങ്ങളുടെ പേര് കൂപ്പണിൽ എഴുതിക്കൊണ്ട് ബോക്സിൽ നിക്ഷേപിക്കുക. ഈ പ്രോഗ്രാമിന് അവസാനമായിരിക്കും നറുക്കെടുപ്പ്. ആരാണ് ആ ഭാഗ്യശാലികളെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തതായി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു കുറുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നസീറ ടീച്ചർ. നല്ലൊരു കൈയോട് കൂടി, നല്ല നിറഞ്ഞ കൈയോട് കൂടി തന്നെ നമുക്ക് നസീറ ടീച്ചറെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളായിട്ടുള്ള നമ്മുടെ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുവേലിയ ടീച്ചർ, കുറുവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടുള്ള അബ്ദുറഹ്മാൻ ക, ബ്ലോക്ക് മെമ്പർ മൈമോട്ടി, കുറുവ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിട്ടുള്ള ജമാല്, ഫാത്തിമ, അതിനേക്കാളും ഉപരി ഇന്നത്തെ ചടങ്ങിൻ്റെ വിശിഷ്ട വ്യക്തിത്വങ്ങളായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ഗോൾഡിൻ്റെ സംസ്ഥാന അസോസിയേറ്റ് വർക്കിംഗ് സെക്രട്ടറി, വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള അഹമ്മദിയാക്ക, അതുപോലെ തന്നെ പ്രകാശ്, അതിനേക്കാളും ഉപരി ഒന്നില്ല, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, തൗഫീഖ് ഗോൾഡിന്റെ സ്റ്റാഫ്, മാനേജ്മെന്റ്. നമുക്കറിയാം ഇന്നത്തെ ഒരു താരം എന്ന് പറയുമ്പോൾ നമ്മുടെ അലി കരേക്കാട്. ഒരുപാട് സന്തോഷം തോന്നി ഇവിടെ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടപ്പോൾ. അതേപോലെ തന്നെ അതിനേക്കാളും എനിക്ക് സന്തോഷം തോന്നിയത് അലി സംസാരിച്ചപ്പോഴാണ്. ഒരുപാട് സന്തോഷം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പരിസരത്തുള്ള ഒരു വ്യാപാര സ്ഥാപനമായിട്ടുള്ള തൗഫീഖ് ഗോൾഡ് ഡയമണ്ട്സിന്റെ അതും ഫസ്റ്റ് സമ്മാന കൂപ്പൺ അടിച്ച് 1000-ൽ 1 നറുക്കെടുത്ത് നമുക്കറിയാം എത്രത്തോളം ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമുക്ക് നമ്മുടെ തൗഫീഖ് ഗോൾഡിന് കിട്ടി ആ ഒരു 1ാം സമ്മാനം എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇവിടുന്ന് സ്റ്റാഫ് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കും. കാരണം ഞാനിത് കാണുന്നത് ഒരു സ്റ്റാറ്റസ് വഴിയാണ്, തൗഫീഖ് ഗോൾഡിന്റെ ഒരു സ്റ്റാഫിന്റെ സ്റ്റാറ്റസ് വഴിയാണ് ഈ വിഷയം അറിയണത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. ചേണ്ടിനെ സംബന്ധിച്ച്, ചേണ്ടി പ്രദേശത്തിനെ സംബന്ധിച്ചിട്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു ഉത്സവം പോലെയാണെന്ന് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഒരു വ്യാപാര സ്ഥാപനം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മുടെ കിട്ടിയിട്ടുള്ള അലി സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സമീപനം എങ്ങനെയാണോ, വ്യാപാര സ്ഥാപനമായാലും മറ്റേതൊരു മേഖലയിലാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ ജനങ്ങളോട് സമീപിക്കുന്നത്, നമുക്കവിടെ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടത്തിനേക്കാളൊക്കെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ഓരോ വ്യാപാര സ്ഥാപന രംഗത്തും മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് ഒരു ജനങ്ങളോട് പൊതുജനങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അത് തൗഫീഖ് ജ്വല്ലറിനെ സംബന്ധിച്ച് നമുക്ക് തീർത്തും പറയാം. എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള സമീപനമാണ് എപ്പോഴും അവരുടേത്. എനിക്ക് ഒരുപാട് കാലം, ഒരു 23 വർഷം ഞാനിവിടെ എന്നെ ഇങ്ങോട്ട് പുലാമന്തോളിന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ വന്ന കാലം തൊട്ട് നമുക്ക് ഇവിടെ പരിചയമുള്ളതാണ്. സ്ഥിരം നമ്മൾ വേറെ എവിടെയും പോകാതെ തന്നെ തൗഫീഖ് ജ്വല്ലറിനെയാണ് ഞങ്ങളൊക്കെ ആശ്രയിക്കല്. അപ്പൊ എന്തായാലും അവരുടെ സമീപനം അത് സ്റ്റാഫിന്റെ ആണെങ്കിലും മാനേജ്മെന്റിന്റെ ആണെങ്കിലും എടുത്തു പറയേണ്ടതാണ്. അത് തന്നെയാണ് അവരുടെ വിജയവും, അത് തന്നെയാണ് അവരുടെ വിശ്വാസ്യതയും. അപ്പൊ എന്തായാലും ഈ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച്, ഈ പ്രദേശത്തെ ജനപ്രതിനിധികളായാലും ഈ പ്രദേശത്തെ നാട്ടുകാരാണെങ്കിലും നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള ഒരു സമയമാണ്, നിമിഷമാണ്. കൂടുതലൊന്നും പറയുന്നില്ല, ഇതിന് ഒരുപാട് ആൾക്കാർ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരൊറ്റ വാക്ക് മതിയും തൗഫീഖ് ജ്വല്ലറിക്ക്. ഇന്ന് നമ്മുടെ അലി സൂചിപ്പിച്ച ആ ഒരൊറ്റ വാക്ക് മതിയും. കൂടുതൽ ഞങ്ങൾ ആരുടെയും സംസാരത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വാക്കുകളാണ് നമ്മുടെ സമ്മാനത്തിന് അർഹനായിട്ടുള്ള അലി സംസാരിച്ചത്. എല്ലാവിധ ഭാഗങ്ങളും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. കുറുവ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും തന്നെ ഓർമ്മിപ്പിക്കുകയാണ്, സ്പോട്ട് നറുക്കെടുപ്പ് ഈ പ്രോഗ്രാമിന്റെ എൻഡിൽ നടക്കുന്നതായിരിക്കും. സോ എല്ലാവരും തന്നെ കൂപ്പൺ കരസ്ഥമാക്കി അതിൽ പേരും കോൺടാക്ട് നമ്പറും എഴുതിക്കൊണ്ട് ഷോപ്പിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ലക്കി ഡ്രോ ബോക്സിൽ നിക്ഷേപിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
3 വിജയികളെ കണ്ടെത്തുന്നതായിരിക്കും. ആരാണ് ആ ഭാഗ്യശാലികൾ എന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല നിങ്ങളെ കാത്തിരിക്കുന്നത് അത്യാകർഷകമായ സമ്മാനങ്ങളാണ്. അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാം കുറുവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ AC അബ്ദുൾ റഹ്മാൻ സർ. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം നല്ലൊരു നിറഞ്ഞ കൈയുടെ കൂടി തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വേദിയിൽ ഉപവിഷ്ടരായ സ്വർണ്ണ വ്യാപാര സംഘടനയുടെ ജില്ലാ സംസ്ഥാനതല നേതാക്കന്മാരെ, ഏറെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിനുള്ള അവസരം അല്ല, തികച്ചും സന്തോഷദായകമായ ഒരു മുഹൂർത്തത്തിൽ ആ സന്തോഷത്തിൽ നമ്മൾ ഒന്നിച്ച് അണിചേരുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ ഒരു ചടങ്ങിനെ 2 സന്തോഷമാണ് ഞാൻ കാണുന്നത്. ഒന്ന്, മലപ്പുറം ജില്ലാതലത്തിൽ ഒരു ഭാഗ്യശാലിയെ അന്വേഷിച്ചപ്പോൾ ആ ഭാഗ്യശാലി എത്തിപ്പെട്ടത് പാങ്ങിൻ്റെ ഹൃദയഭാഗത്തുള്ള ചേണ്ടിയിലെ തൗഫീഖ് ജ്വല്ലറി എന്ന സ്ഥാപനം മുഖേന നമ്മുടെ നാട്ടിലാണ് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. അതോടുകൂടി എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു സംഗതി, ഈ സമ്മാനം ലഭിച്ച വ്യക്തി നമ്മുടെ അലി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് നമ്മളുമായി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു പ്രസംഗകനെ കൂടി ഈ ചടങ്ങോടുകൂടി ലഭിച്ചു എന്നുള്ളതാണ്. അലി മുമ്പ് വേദികളിലൊന്നും പ്രസംഗിച്ചതായിട്ട് എനിക്കറിയില്ല. എന്തായാലും നിഷ്കളങ്കമായി ഹൃദയം തുറന്ന് സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏവരെയും സന്തോഷിപ്പിക്കുന്നതാണ്. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തൗഫീഖ് ജ്വല്ലറി എന്ന് പറയുമ്പോൾ അത് പാങ്ങിൻ്റെ സ്വന്തമാണ്. ഒരു 4 പതിറ്റാണ്ട് മുമ്പ് കേവലം നെൽപ്പാടങ്ങളായിരുന്ന ഒരു പ്രദേശമാണ് ഈ ചേണ്ടി. ഒരുപാട് ആളുകൾ നമ്മുടെ പാങ്ങക്കാരല്ലാത്തതുകൊണ്ട് പറയാം. അങ്ങനെ ഒരു 3-4 ചെറിയ സ്ഥാപനങ്ങൾ ആദ്യമായിട്ട് വന്നു. ആ വന്ന സ്ഥാപനങ്ങളിൽ ഒരു വ്യാപാരിയായിരുന്നു വിനീതനായ ഞാനും. ഏകദേശം ആ സമയത്ത് തന്നെ വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ പാങ്ങിൽ ചേണ്ടിയിൽ ആരംഭിച്ച സ്ഥാപനമാണ് തൗഫീഖ് ജ്വല്ലറി. ഇന്ന് തൗഫീഖ് ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിൽ ഒരു മുഖവരിയുടെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വിധം സ്വന്തമായ ഒരു വ്യക്തിമുദ്ര സ്ഥാപിച്ചെടുക്കുന്നതിൽ ഈ സ്ഥാപനം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇന്ന് വരെയും കാത്തു സൂക്ഷിച്ച കച്ചവടത്തിൽ പുലർത്തേണ്ട വിശ്വസ്തത എന്ന ആണിക്കല്ല് അവർ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ ആഭരണങ്ങൾ വാങ്ങാറുണ്ട്. പലപ്പോഴും സ്വാഭാവികമായി തന്നെ ചില പരാതികളൊക്കെ വരും. പല പ്രശസ്ത സ്ഥാപനങ്ങളെ കുറിച്ചും അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ തൗഫീഖിനെ കുറിച്ച് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഒരു പരാതിയും ഈ 3.5 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ പുലർത്തുന്ന ഗുണമേന്മയും അഥവാ വല്ല ന്യൂനതയും ഉണ്ടെങ്കിൽ അത് 4 ആൾ അറിയാതെ ആ കസ്റ്റമർക്ക്, ആ ഉപഭോക്താവിന് സംതൃപ്തി നൽകുന്ന രീതിയിൽ പരിഹരിക്കുന്നതിനുള്ള മിടുക്കുമാണ് അതിനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം നമുക്ക് അഭിമാനമാണ്. നമ്മുടെ നാട്ടിലെ ഏതൊരു സാംസ്കാരികമായ പരിപാടി, ജീവകാരുണ്യപരമായ പരിപാടി, ഏതൊരു വിദ്യാഭ്യാസപരമായ പരിപാടി എന്തുണ്ടെങ്കിലും അതിനോടെല്ലാം 100% സഹകരിച്ചുകൊണ്ട് ഒരാളെയും മുഷിപ്പിക്കാതെ, എന്നാലോ കപടത ഒട്ടും തൊട്ടു നീട്ടാത്ത രീതിയിൽ നല്ല ഒരു അഭിപ്രായത്തോടു കൂടി മുന്നേറുന്ന ഈ സ്ഥാപനം ഇനിയും ഒരുപാട് കാലം ഈ നാട്ടിൽ നിലനിൽക്കുമാറാകട്ടെ, ബിസിനസ് രംഗത്ത് ഇത് പടർന്ന് പന്തലിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ സമ്മാനഹരായ ഈ നമ്മുടെ അലിയെയും
ഇതിൻ്റെ സംഘാടകരായ തൗഫീഖ് ഗോൾഡിനെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. വിസ്മയമാണ്. ഇൻവൈറ്റ് ചെയ്യാം. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികൾ, ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, തൗഫീഖ് ജ്വല്ലറി സ്റ്റാഫ് അംഗങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, നമ്മുടെ കൊച്ചു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷകരമായ നിമിഷങ്ങളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1000-ഓളം ജ്വല്ലറികളിൽ നിന്നും 2.5 ലക്ഷത്തോളം കൂപ്പണുകളിൽ നിന്നും ഭാഗ്യം നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നു എന്നുള്ളതിൽ സന്തോഷം കാണുന്ന ഒരു കൂട്ടരാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം, നമ്മുടെ ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ വീട്ടിലും തൗഫീഖ് ജ്വല്ലറിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഏത് പാവപ്പെട്ടവരും പണക്കാരും ഒരുപോലെ ആശ്രയിക്കുന്ന ഒരു ജ്വല്ലറിയാണ് തൗഫീഖ് ജ്വല്ലറി. അതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, നമ്മൾ ജ്വല്ലറിയിൽ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളോട് പെരുമാറുന്ന അവരുടെ നല്ല പെരുമാറ്റ രീതിയും, അതോടൊപ്പം തന്നെ മറ്റു ജ്വല്ലറികളെ അപേക്ഷിച്ച് പണിക്കൂലിയിലും പണിക്കുറവിലും ഒക്കെയുള്ള നമുക്ക് ഗുണഭോക്താക്കൾക്ക് കിട്ടേണ്ട ലാഭവും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഏത് പാവപ്പെട്ടവരും ഏറ്റവും ആദ്യം വന്നു ചേരുന്നത് നമ്മുടെ തൗഫീഖ് ജ്വല്ലറിയിലാണ്. ഞാൻ ഏതാനും മിക്ക ദിവസങ്ങളിലൊക്കെ ഇതിലെ പോകുന്ന ഒരാളാണ്. എത്ര സ്വർണത്തിന് വില കൂടിയാലും 45 ആണെങ്കിലും 50 ആണെങ്കിലും 40 ആണെങ്കിലും എന്നും തൗഫീഖിൽ അവരെ കോട്ടുണ്ടല്ലോ, അന്നും ഇന്നും എന്നും തൗഫീഖ് ജ്വല്ലറിയിൽ ഇഷ്ടംപോലെ ആളായിരിക്കും. തീർച്ചയായും അത് ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഞാൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ കാറ് മാത്രമല്ല, ഒരു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ അടിച്ച ആളുകളുണ്ട് തൗഫീഖ് ജ്വല്ലറിയിൽ എന്ന്. അപ്പോൾ അത് മാത്രമല്ല, തൗഫീഖ് ജ്വല്ലറിയിലാണ് 3-ാം സ്ഥാനത്തും. തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ ഒക്കെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. കാരണം മലപ്പുറം ജില്ലയിൽ വെച്ചാണ് ഇങ്ങനെയുള്ള നമ്മുടെ ഒരു ഗ്രാമത്തിലെ ജ്വല്ലറിക്ക് ഇങ്ങനെയുള്ള ഒരു അവാർഡിന് അർഹമായി എന്നുള്ളതിൽ ഞങ്ങളൊക്കെ സന്തോഷം കൊള്ളുന്ന ഒരു നിമിഷമാണ്. തീർച്ചയായും ഈ തൗഫീഖ് ജ്വല്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെ സ്റ്റാഫ്, അതിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ മാനേജ്മെന്റ് എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മൾ എപ്പോൾ പറയുകയാണെങ്കിലും അതിനെല്ലാം കൂടെ ഏത് സമയത്തും സദാസമയവും നമ്മോട് സഹകരിക്കുന്ന ഒരു ജ്വല്ലറിയാണ് തൗഫീഖ് ജ്വല്ലറി. ഇനിയും അവർക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും ഇതുപോലെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നും അവരുടെ ജ്വല്ലറി നല്ല ഉയരത്തിലെത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ 1-ാം സ്ഥാനത്തിന് അർഹനായ അലി കാരക്കാടിന് അദ്ദേഹം എന്തുകൊണ്ടും അർഹനാണ് എന്ന് പറഞ്ഞു. അയാളുടെ സംസാരത്തിൽ അയാൾക്ക് എന്തൊക്കെയോ പറയേണ്ടതെന്നറിയില്ല. ആ രീതിയിൽ അയാൾ സന്തോഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ഈ പരിപാടിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ.
അടുത്തതായി ടോഫി ഗോൾഡൻ ഡയമണ്ട് സ്വർണ്ണനിധി നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വില വരുന്ന ഡയമണ്ട് ഓർണമെന്റ് സ്വന്തമാക്കിയ അബ്ദുൾ റഷീദ് സാറിനുള്ള ഡയമണ്ട് ഓർണമെന്റ് കൈമാറ്റ ചടങ്ങാണ്. ഈ ഡയമണ്ട് ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട അബ്ദുൾ റഷീദ് സാറിനെയും ഇത് നൽകുന്നതിനായി CP അബ്ദുൽ അസീസ് സാറിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് CP അബ്ദുൽ അസീസ് സാർ. സർ പ്ലീസ് വെൽക്കം. അടുത്തതായി ടോഫിക് ഗോൾഡൻ ഡയമണ്ട് ഗോൾഡ് കോയിൻ കൈമാറ്റ ചടങ്ങാണ്. ഗോൾഡ് കോയിൻ ഏറ്റുവാങ്ങുന്നതിനായി ബാലസുബ്രഹ്മണ്യൻ സർ സാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഗോൾഡ് കോയിൻ നൽകുന്നത് AKGSMI സെക്രട്ടറി അക്ബർ സാറിനെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അക്ബർ സർ. സർ പ്ലീസ് വെൽക്കം ഓൺ ദി സ്റ്റേജ്. ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ നിങ്ങളുടെ നിറഞ്ഞ കയ്യടിയാണ് ഇവിടെ നമുക്ക് ആവശ്യം. നന്നായിട്ട് നിങ്ങളുടെ കയ്യടികൾ ഇവിടെ മുഴങ്ങട്ടെ. അടുത്തതായി ഗോൾഡ് കോയിൻ നൽകുന്നതിനായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ മുഖ്യ രക്ഷാധികാരി ഐമു ഹാജി സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഗോൾഡ് കോയിൻ ഏറ്റുവാങ്ങുന്നതിനായി അബൂബക്കർ സാറിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. അബൂബക്കർ സർ ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അബൂബക്കർ സർ ഇല്ലാത്ത ഈ ഒരു വേളയിൽ നമുക്ക് മുഹമ്മദ് ബിഷറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഗോൾഡ് കോയിൻ വിന്നർ മുഹമ്മദ് ബിഷർ, പ്ലീസ് വെൽക്കം. നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ സാർ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് ഈ ഒരു മുഹൂർത്തം ഭംഗിയാക്കാം. ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ബിഷറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഗോൾഡ് കോയിൻ നൽകുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ NTK ബാപ്പു സർ. സർ പ്ലീസ് വെൽക്കം. ഗോൾഡ് കോയിൻ ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട ഫിറോസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് ഫിറോസിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ ഗോൾഡ് കോയിൻ നൽകുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ശ്രീ NV പ്രകാശ് സർ. സർ പ്ലീസ് വെൽക്കം.
സ്വർണോത്സവം തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണോത്സവം നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സ്വന്തമാക്കിയവരുടെ ഗോൾഡ് കോയിൻ കൈമാറ്റ ചടങ്ങാണ് ഇപ്പോൾ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഗോൾഡ് കോയിൻ ഏറ്റുവാങ്ങുന്നതിനായി ബിന്ദു പൊന്നാനിയെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഗോൾഡ് കോയിൻ നൽകുന്നത് കുറുവ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ക. സർ പ്ലീസ്. അടുത്തതായി ഈ പ്രോഗ്രാമിനെ നിങ്ങളുടെ മനസ്സും നിങ്ങളിലെ ഏറ്റവും അധികം ഇമ്പമുള്ളതാക്കാൻ നല്ലൊരു നാടൻ പാട്ടുമായി വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനാഥ് വേദിയിലേക്ക് എത്തുകയാണ്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് ശ്രീനാഥിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ശ്രീനാഥ്. ആരെങ്കിലും ഇനി രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോപ്പിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യാം. അടുത്തതായി സ്വർണോത്സവം പ്രോത്സാഹന സമ്മാനം നൽകുകയാണ്. പ്രോത്സാഹന സമ്മാന വിജയി ഐശ്വര്യ പാങ്ങച്ചേണ്ടിയെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ സമ്മാനം നൽകുന്നതായി പ്രിയപ്പെട്ട മങ്കട ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജുവൈരി ടീച്ചറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഐശ്വര്യയുടെ സാന്നിധ്യത്തിൽ ഐശ്വര്യയുടെ അമ്മ വീണയാണ് സമ്മാനം ഏറ്റുവാക്കുന്നതിനായിട്ട് വരുന്നത്. സോ നല്ലൊരു കൈയോട് കൂടി തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ജംഷീറ പാങ് സൗത്ത് നല്ലൊരു കൈയോടു കൂടി ജംഷീറയെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ സമ്മാനം നൽകുന്നതിനായി AKGSMA കൊളത്തൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഹംസ കെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. AKGSMA കൊളത്തൂർ യൂണിറ്റ് പ്രസിഡന്റ്. അടുത്തതായി പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി മുബീന ഈസ്റ്റ് പാർക്ക് സ്നേഹത്തോടു കൂടി നല്ലൊരു കൈയോടു കൂടി തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇത് നൽകുന്നതിനായി പാങ് യൂണിറ്റ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ പാറയിൽ മുഹമ്മദ് കുട്ടി എന്ന കുഞ്ഞാണിക്ക് സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി മുബീന വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് മുബീന ഈസ്റ്റ് പാങ്. അടുത്തതായി ഈ പ്രോഗ്രാമിൽ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ മുഖ്യ രക്ഷാധികാരി ഐമോ അജി സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഗ്രാമ അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതുപോലെ വ്യാപാരി വ്യവസായി ഗോൾഡ് മർച്ചന്റ് ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ ഈ പരിപാടി ഇത്രയും ഭംഗിയായി ഒരു ആഘോഷമാക്കി മാറ്റിയ ഈ സ്ഥാപനം ഞങ്ങളുടെ ഏറ്റവും അടുത്ത മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വളരെ മലപ്പുറത്തെ ഞങ്ങളുമായി ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന തൗഫീഖ് മാനേജ്മെൻറ്റ്, അതുപോലെ ഈ തൗഫീഖ് ജ്വല്ലറിയുടെ കസ്റ്റമേഴ്സായ ഈ നാട്ടുകാരെ, അതുപോലെ ഈ നാട്ടിനോട് സഹകരിച്ച ഇവിടെയുള്ള എല്ലാ വ്യക്തിത്വങ്ങളെ ഇങ്ങനെ ഇതൊരു ആഘോഷമായി മാറ്റി ഇതിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ അടുത്ത് തന്നെ മലപ്പുറത്ത് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ച അതിയായ സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന് അർഹതപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്
പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ തോഫിക് ഗോൾഡിന് ഇത് കൊടുക്കാൻ അർഹതപ്പെട്ട ഒരു ജ്വല്ലറിയും അത് കിട്ടാൻ അർഹതപ്പെട്ട ഏറ്റവും വളരെ വളരെ വ്യക്തമായി നമുക്ക് മുന്നിൽ കാണാൻ കഴിഞ്ഞ അലിയെയും രണ്ടുപേരെയും ഒന്നിച്ച് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അവരെ വളരെ മുക്തം കൊണ്ട് പ്രശംസിക്കുകയാണ്. ഇതിന് ഒരു വിധിവാണല്ലോ. മലപ്പുറം ജില്ലയിൽ ഇത്ര തോന്നെ ടിക്കറ്റ് വിറ്റും ഈ കുഗ്രാമത്തായ പെട്ടെന്ന് ഉയർന്നു വന്ന ഈ പാങ്ക് ചേണ്ടി പോലത്തെ ഈ റൂറൽ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും അതിയായ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ. ഇതിൽ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവിടെ കാണുന്ന ഈ സമ്മാനങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ എത്താനുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും നിർത്തുന്നു. ജയ് കെ ജയസൻ. താങ്ക് യു സോ മച്ച് സർ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, അല്പസമയത്തിനകം തന്നെ ഈ പ്രോഗ്രാമിന്റെ എൻഡിൽ സ്പോർട്ട് നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും. സോ നിങ്ങൾ കൂപ്പൺ എല്ലാവരും തന്നെ കരസ്ഥമാക്കി അതിൽ പേരും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും എഴുതി ലക്കി ഡ്രോ ബോക്സിൽ നിക്ഷേപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ കാത്തിരിക്കുന്നത് അത്യാകർഷകമായ സമ്മാനങ്ങളാണ്. ഒരിക്കൽ കൂടി ഇവർ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജനഹൃദയങ്ങളിൽ മറക്കാനാകാത്ത നാമം തൗഫീഖ് ഗോൾഡ്. അന്നും ഇന്നും എന്നും സത്യത്തിന്റെ പാതയിൽ മാത്രം. അടുത്തതായി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അക്ബർ സാറിനെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. സർ പ്ലീസ് വെൽക്കം ഓൺ ദി ഡയസ്. വേദിയിലിരിക്കുന്ന ഓൾ കേരള ഗോൾഡ് സിൽവർ മർച്ചന്റ്സിന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളെ, കുറുവ പഞ്ചായത്ത് ഭാരവാഹികളെ, മംഗള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിഥികളെ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മറ്റു വിശിഷ്ട വ്യക്തികളെ, പാങ്ങ് ചേണ്ടി ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ടൊരു ഇതായി ഓൾ കേരള ഗോൾഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം കഴിഞ്ഞ ജനുവരി 14 മലപ്പുറത്ത് റോസ് ലോഞ്ചിൽ വെച്ച് നടന്നപ്പോൾ അതിൻ്റെ ജില്ലാ സമ്മേളന ഉദ്ഘാടനവും നറുക്കെടുപ്പും ബഹുമാനായ ഹജ്ജ് കായിക വഖഫ് ബോർഡ് മന്ത്രി അബ്ദുറഹ്മാൻ സാർ ആണ് നറുക്കെടുത്തത്. ആ നറുക്കെടുത്തത് ഫസ്റ്റ് നറുക്കെടുപ്പ് കാറെടുത്തത് കിട്ടിയത് അലി കരേക്കാട് പാങ്ങ് ചേണ്ടി തൗഫീഖ് ഗോൾഡ് എന്നെടുത്ത നറുക്കെടുപ്പിലൂടെയാണ്. ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് ജില്ലയിൽ 4 മാസത്തോളം നീണ്ടു കിടന്ന് ഈ കൂപ്പണുകളൊക്കെ ഞങ്ങൾ വിതരണം ചെയ്ത് 1000-ഓളം ജ്വല്ലറികൾ കൊടുത്ത് 3 ലക്ഷത്തോളം കൂപ്പൺ കൊടുത്ത് എല്ലാ സ്വർണ്ണ വ്യാപാരികളും കാത്തിരുന്ന് ആര് ഷോപ്പിൽ നിന്നാണ് ആദ്യ സമ്മാനം കിട്ടാന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നപ്പോൾ സമ്മാനം വന്നത് കുറുവ പഞ്ചായത്തില് പാങ്ങ് ചേണ്ടി തൗഫീഖ് ഗോൾഡില്. അത് ഒരു സാധാരണക്കാരനായ ഒരു ആൾക്കാ കിട്ടിയത് അലി. ഇതിന്റെ മുന്നേ മലപ്പുറത്ത് വന്ന് ഞങ്ങൾ പ്രോഗ്രാമിൽ അലി പങ്കെടുത്തു. എനിക്കാണ് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാർ എനിക്കാ കിട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പൊ പ്രസംഗിച്ച അതുപോലെ തന്നെ അവിടെ ഞങ്ങളോട് 2 വാക്ക് പറഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടുന്ന് സാധനം വാങ്ങിച്ച് കസ്റ്റമേഴ്സ്, അതിന്റെ അധികാരികൾ, ഇവിടെ കുറെ സമ്മാനങ്ങൾ ഇനി വിതരണം ചെയ്യാനുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും ഈ ജ്വല്ലറിയെ പറ്റി, ഈ പാങ്ങിനെ പറ്റിയിട്ടൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പ്രസംഗത്തിൽ ഇതല്ല, ഇനിയും സമ്മാനങ്ങൾ വിതരണം ചെയ്യാനുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇതുപോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാന പദ്ധതി ഞങ്ങൾ ഇവിടെ വെച്ചത്. ഈ വെച്ചതിൽ കാർ 1ാം സമ്മാനം അടിച്ചത് ഇവിടെ തന്നെ ഈ കൊളത്തൂർ യൂണിറ്റിലാണ് ഈ പാങ്ങ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. കൊളത്തൂർ യൂണിറ്റിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഈ കൊളത്തൂർ യൂണിറ്റിന് വേറെ സമ്മാനങ്ങൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കൊളത്തൂർ അടിച്ചു, ചട്ടിപ്പറമ്പിലൊരു ഷോപ്പിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയിൽ മറ്റു സമ്മാനങ്ങളൊക്കെ ബൈക്ക് മുതലുള്ള മറ്റ് പ്രോത്സാഹന സമ്മാനം പല യൂണിറ്റിൽ അടിച്ചു. 1ാം സമ്മാനം അടിച്ചത് പാങ്ങ് ചേണ്ടിയിലെ തൗഫീഖ് ഗോൾഡ് എന്നെടുത്ത കൂപ്പണിലാണ് അടിച്ചതെന്നുള്ളത് ആണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇനി നീട്ടി പറയാനുള്ള കുറെ കാര്യങ്ങൾ പറയാണ്ട് വൈകിയ വേളയിലൊന്നും പറയില്ല. എല്ലാവിധ ആശംസകളും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് കെ ജയസം. താങ്ക് യു സോ മച്ച് സർ. മലപ്പുറം ജില്ലയിലെ 1000-ഓളം ജ്വല്ലറികളിലെ 2.5 ലക്ഷം കൂപ്പണുകളിൽ നിന്നാണ് തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്
പാങ്ങച്ചേണ്ടിയിലെ കസ്റ്റമർ ബമ്പർ സമ്മാനമായ സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കിയത്. ജില്ലയിലെ 1000-ഓളം ജ്വല്ലറിൽ നിന്നും നമ്മുടെ ഗ്രാമപ്രദേശത്തേക്കുള്ള ഈ തൗഫീഖ് ഗോൾഡിനാണ് ഏറ്റവും കൂടുതൽ കൂപ്പണുകൾ കസ്റ്റമേഴ്സിന് കൊടുത്തതിനും 3ാം സ്ഥാനം ലഭിച്ചത്. ഇത്രയും നല്ല ഒരു അഭിമാന നിമിഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നിങ്ങളേവരുടെയും പൂർണ്ണമായ സപ്പോർട്ട് തന്നെയാണ് ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ. തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്തതായി വേദിയിൽ തൗഫീഖ് ഗോൾഡ് ഡയമണ്ട്സിന്റെ പ്രോത്സാഹന സമ്മാനം നൽകുന്നതിന് വേണ്ടി ജംഷീർ പാങ്ങച്ചേണ്ടി നല്ലൊരു കൈയുടെ കൂടി പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഇൻവൈറ്റ് ചെയ്യുന്നു. ജംഷീർ പാങ്ങച്ചേണ്ടി. അദ്ദേഹത്തിനുള്ള പ്രോത്സാഹന സമ്മാനം നൽകുന്നതിനായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ മുഹമ്മദ് കുട്ടി സാറിനെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സോ നല്ലൊരു കൈയുടെ കൂടി തന്നെ 2 പേരെയും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിൽ ജംഷീർ ആൻഡ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ മുഹമ്മദ് കുട്ടി. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈഡി നൽകിക്കേ. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാനായി AKGSA മലപ്പുറം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ NTK ബാപ്പു സാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാനായി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് AKGSA മലപ്പുറം ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ശ്രീ NV പ്രകാശ് സർ. സാറിനെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ സന്തോഷ സദസ്സിലാണ് ഞാൻ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 2 വാക്ക് സംസാരിക്കാൻ ഈ വേദിയിൽ എനിക്ക് അവസരം തന്ന ഈ സംഘാടകരോട് ഞാൻ ആദ്യമായി നന്ദി പ്രകാശിക്കുകയാണ്. ഞാൻ അല്പം നേരത്തെ ഇവിടെ എത്തിയതായിരുന്നു. ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ചേണ്ടി തൗഫീഖിനെ പറ്റി ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോൾ 3.5 പതിറ്റാണ്ട് കാലം സ്വർണ്ണ വ്യാപാരത്തിൽ വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു സ്വർണ്ണ വ്യാപാരികളാണ്. അവരുടെ ഒരു സന്മനസ്സിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ ആയിരക്കണക്കിന് കൂപ്പൺ നമ്മൾ ആ നറുക്ക് എടുക്കുന്ന വേദിയിൽ തൗഫീഖ് ജ്വല്ലറിയുടെ ഒരു ഉപഭോക്താവിന് കിട്ടിയത്. ആ ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരനെ എന്ന നിലയ്ക്ക് അർഹതപ്പെട്ട ആൾക്കാണ് ആ കാറ് കിട്ടിയത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. നമ്മുടെ ഈ വേദിയിലെ ചാണ്ടി പാങ്ങയിലെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും അതുപോലെ തന്നെ മങ്കട ബ്ലോക്കിന്റെ ജനപ്രതിനിധികളും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും നിറഞ്ഞ മനസ്സോടെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഈ സദസ്സിനെ അഭിമുഖീകരിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന പെങ്ങന്മാർക്കൊക്കെ തന്നെ നമ്മുടെ ഈ തൗഫീഖിൻ്റെ സമ്മാനങ്ങളൊക്കെ ഇവിടെ നിരത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സമ്മാനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ സമ്മാനം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ കൊണ്ടോട്ടിന്ന് ഈ ഒരു ചടങ്ങിലേക്ക് എത്തിപ്പെടാൻ ഈ തൗഫീഖിൻ്റെ ഹൃദയ മനസ്സിൻ്റെ ഒരു വലിയ ഒരു കാര്യമുണ്ട്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞ്, പ്രകാശ് ചേട്ടാ, നിങ്ങൾ നമ്മുടെ ഈ ചടങ്ങിലേക്ക് എന്തായാലും വന്ന് ചേരണം, ഞങ്ങൾക്ക് നിങ്ങൾ എന്തായാലും വന്നിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് AKGSA. Thank you so much, sir. All Kerala Gold and Silver Merchants Association ജില്ലാ സംസ്ഥാന നേതാക്കളുടെയും
ജനപ്രതിനിധികളുടെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരുടെയും മുന്നിലാണ്, നിങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ആ ബാക്ക് സൈഡിൽ നിൽക്കുന്ന ചേട്ടന്മാരെല്ലാവരും തന്നെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ചെയറുകളിൽ വന്ന് ഇരുന്നു കൊണ്ട് തന്നെ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സമ്മാനം നൽകുകയാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി സാബിറ സൗത്ത് പാങ്ങിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ സമ്മാനം നൽകുന്നത് AKGSMA കൊളത്തൂർ യൂണിറ്റ് സെക്രട്ടറി ഹാരിസ് സർ. രണ്ടുപേരെയും വേദിയിലേക്ക് സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഫാത്തിമ ഖറേത്തൊടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഫാത്തിമ ഖറേത്തൊടി. സമ്മാനം നൽകുന്നതിനായി AKGSMA കൊളത്തൂർ യൂണിറ്റ് ട്രഷറർ ഷംസു സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു അമ്മക്കുട്ടി സൗത്ത് ബാങ്ക്. അമ്മക്കുട്ടി സൗത്ത് ബാങ്ക്. സമ്മാനം നൽകുന്നതിനായി അബ്ദുറഹ്മാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി കുഞ്ഞിപ്പാത്തുട്ടി പൂക്കോട്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി കുഞ്ഞിപ്പാത്തുട്ടി പൂക്കോടിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് ഷംസു സർ. AKGSMA കൊളത്തൂർ യൂണിറ്റ് ട്രഷറർ ഷംസു സാർ സമ്മാനം നൽകുന്നു. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഇൻവൈറ്റ് ചെയ്യുന്നു BV പൂക്കോട്. BV പൂക്കോട്. സമ്മാനം നൽകുന്നതിനായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഖവൈദ്യരെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം കൈപ്പറ്റുന്നതിനായി BV പൂക്കോടിനെയും അതോടൊപ്പം തന്നെ സമ്മാനം നൽകുന്നതിനായി സുഖവൈദ്യരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഉമൈമത്ത് പാങ് വാഴേങ്ങൽ. ഉമൈമത്തിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നതിനായി പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഉണ്ണീൻകുട്ടി കൊളത്തൂർ. ഉണ്ണീൻകുട്ടിയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ക. സമ്മാനം നൽകുന്നതിനായി വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ കെ ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹ ഭാസ്കരൻ പടി സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ക. AKGSMA വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ക സമ്മാനം നൽകുന്നു. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി മുർഷിദ് തെക്കേക്കര. മുർഷിദിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. മുർഷിദ് തെക്കേക്കര. സമ്മാനം നൽകുന്നതിനായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജുവൈരിയ ടീച്ചറെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു.
ഏറ്റുവാങ്ങുന്നതിനായി ദേവാശിഖാപ്പ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നതിനായി ജുവേരിയ മാമിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി മുഹമ്മദ് അലി എടയൂർ സമ്മാനം നൽകുന്നതിനായി ജുവേരിയ മാമിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കാട്ടോ എല്ലാവർക്കും ചേർന്ന്. കമോൺ. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി മൊയ്തീൻ പാങ് ഏറ്റവും സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നതിനായി അബ്ദുറഹ്മാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ബാലസുബ്രഹ്മണ്യൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നതിനായി അബ്ദുറഹ്മാൻ സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി പാത്തുമ്മ തന്നെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നതിനായി പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് സാറിനെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ബി വി എടയൂർ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് പ്രിയപ്പെട്ട അസീസ് കെ ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഫാത്തിമ കാരയത്തൊടി സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി സുലൈമാൻ പുളിക്കൽ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നതിനായി പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട അസീസ് ക. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ലത്തീഫ് കരേക്കാടിനെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് പ്രിയപ്പെട്ട അക്ബർ ക AKGSMA ജനറൽ സെക്രട്ടറി അക്ബർ ക. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ഹാഫില റിഷ കടുങ്ങപ്പുരം സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് AKGSMA ജനറൽ സെക്രട്ടറി അക്ബർ സർ. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ഷാജഹാൻ ആക്കപ്പറമ്പ് സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് പ്രിയപ്പെട്ട AKGSMA വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അക്ബർ ക. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി റാബിയ ചന്ദനപ്പറമ്പ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് വ്യാപാര വ്യവസായി യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ഷമീം ഇലിയാസ്. പ്ലീസ് വെൽക്കം ഓൺ ദ സ്റ്റേജ്. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി നാസർ ചേനാടൻ കുളമ്പ് സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നു പ്രിയപ്പെട്ട ഷമീം ഇലിയാസ്. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി അൻഷിദ് കോട്ടക്കൽ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു.
സമ്മാനം നൽകുന്നത് പ്രിയപ്പെട്ട ഷമീം ഇലിയാസ്. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി സിനോബിയ കരേക്കാട് സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് കുഞ്ഞാണി ഹാജി. സ്നേഹത്തോടെ വേദിയിലേക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാണി ഹാജി. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ഐറ പാങ് സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി റാബിയ വി പി പടി സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് കുഞ്ഞാണി ഹാജി സാറിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ഷൻസ ഫാത്തിമ കരേക്കാട് സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാണി ഹാജി. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി മരക്കാർ ഹാജി കൊളത്തൂർ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഐമോ ഹാജി സർ. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി മുസ്തഫ കാടാമ്പുഴ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വർക്കിംഗ് സെക്രട്ടറി ഐമോ ഹാജി. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ശ്രുതി കാടാമ്പുഴ സമ്മാനം കൈപ്പറ്റുന്നതായി ശ്രുതി കാടാമ്പുഴ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് AKGSMA ജില്ലാ വർക്കിംഗ് സെക്രട്ടറി പ്രകാശ് സാർ. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി റുമൈസ അയ്യാത്തപ്പറമ്പ് സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നു നമ്മുടെ പ്രിയപ്പെട്ട AKGSMA സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി പ്രകാശ് സാർ. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ഇൻവൈറ്റ് ചെയ്യുന്നു ഫാത്തിമ ഫസലിൻ എടയൂർ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നു AKGSMA ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് NT ബാബു സർ. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ഹാനിയ കെ എം കടുന്നാമുട്ടി സമ്മാനം നൽകുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് NT ബാബു സർ. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ഇൻവൈറ്റ് ചെയ്യുന്നു മറിയ വെങ്ങാട്. സമ്മാനം നൽകുന്നു പ്രിയപ്പെട്ട NT ബാബു സർ. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ഇൻവൈറ്റ് ചെയ്യുന്നു നൌഷാദ് പാങ് സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നതിനായി കൊളത്തൂർ യൂണിറ്റ് മുൻ സെക്രട്ടറി നവാസ് സാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ടൗഫീഖ്
ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായിട്ട് ഒരുപാട് അത്യാകർഷകമായ സമ്മാനങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. സോ സമ്മാനം കൈപ്പറ്റിയവർക്ക് എല്ലാവർക്കും തന്നെ ആശംസകൾ അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ഇനിയും സ്പോട്ട് നറുക്കെടുപ്പിൽ ആരെങ്കിലും കൂപ്പൺ ഇടാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഷോപ്പിന്റെ മുൻവശത്തിലിരിക്കുന്ന ബോക്സിൽ നിങ്ങളുടെ പേരെഴുതി കൂപ്പൺ നിക്ഷേപിക്കേണ്ടതാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ നറുക്കെടുപ്പ് നടക്കുന്നതാണ്. ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാൻ 3 ഭാഗ്യശാലികളാണ്. നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരെഴുതിയ കൂപ്പൺ ബോക്സിൽ നിക്ഷേപിക്കുക. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി അധിക വെങ്ങാട് സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നൽകുന്നത് പ്രിയപ്പെട്ട നവാസ് സാർ. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു സുഹറ പാങ്. ഈ സമ്മാനം നൽകുന്നത് ഇന്നത്തെ താരമായ അലി കരേക്കാടിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി മനോജ് പറപ്പൂർ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം കൈപ്പറ്റുന്നതിനായി സമ്മാനം നൽകുന്നത് പ്രിയപ്പെട്ട അലി കരേക്കാട്. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി നഫ്ന നൗഫൽ സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നതിനായി ബ്ലോക്ക് മെമ്പർ ഒ മുഹമ്മദ് കുട്ടി സാറിനെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം കൈപ്പറ്റുന്നതിനായി ഫാത്തിമ നഫ്ലയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. ഫാത്തിമ നഫ്ല കരേക്കാട്. സമ്മാനം നൽകുന്നത് മുഹമ്മദ് കുട്ടി സാർ. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ഫാത്തിമ റിസ്ന കരേക്കാട് സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട സുഗു വൈദ്യരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി ബീന അയ്യാത്തപ്പറമ്പ് സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നതിനായി പ്രിയപ്പെട്ട സുഗു വൈദ്യരെ ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി സമ്മാനം കൈപ്പറ്റുന്നതിനായി അയന മെഴ്സിൻ മൂർഖനാട് സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഗു വൈദ്യർ. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി ഇൻവൈറ്റ് ചെയ്യുന്നു റാഷിദ മാവണ്ടിയൂർ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. റാഷിദ മാവണ്ടിയൂർ. ഇനി ആരെങ്കിലും സമ്മാനത്തിന് രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, സമ്മാനം കിട്ടിയവർ ആരെങ്കിലും ഇനി രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോപ്പ് പേഴ്സൺസിനെ അറിയിക്കണമെന്ന്. ഈ പ്രോഗ്രാമിന്റെ എൻഡിൽ നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും. സോ നറുക്കെടുപ്പ് നടക്കുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, നറുക്കെടുക്കുമ്പോൾ ആ വിജയി ആരാണോ ആ വ്യക്തി ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇല്ലാത്ത പക്ഷം പരിഗണിക്കുന്നതല്ല, ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അടുത്തതായി തൗഫീഖ് ഗോൾഡൻ ഡയമണ്ട് സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി AKGSMA മലപ്പുറം ജില്ലാ പ്രസിഡന്റ് CT അബ്ദുൽ അസീസ് സാറിനെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ സ്നേഹോപഹാരം കൈമാറ്റം ചെയ്യുന്നതിനായി പ്രിയപ്പെട്ട തൗഫീഖ് ഗോൾഡൻ ഡയമണ്ട് മാനേജിംഗ് പാർട്ട്നേഴ്സ്
ഷംസുക ആൻഡ് സൈനുക സ്നേഹത്തോടെ ഇരുവരെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നിറഞ്ഞ കയ്യടികളോടെ ഈ ഒരു മുഹൂർത്തം നിങ്ങൾ ധന്യമാക്കേണ്ടതാണ്. അടുത്തതായി തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി AKGSMA മലപ്പുറം ജില്ലാ മുഖ്യ രക്ഷാധികാരി PK ഐമോൻ ഹാജി സാറിനെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. നൽകുന്നതിനായി പ്രിയപ്പെട്ട തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് പാർട്ണേഴ്സ് ഷംസുക ആൻഡ് സൈനുക ഇരുവരെയും സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി KT അക്ബർ സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. AKGSMA മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി KT അക്ബർ സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നൽകുന്നതിനായി തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് പാർട്ണേഴ്സ് ഷംസുക ആൻഡ് സൈനുക. തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്നേഹോപഹാരം AKGSMA മലപ്പുറം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് NTK ബാപ്പു സാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നൽകുന്നതിനായി പ്രിയപ്പെട്ട തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് പാർട്ണേഴ്സ് ഷംസുക ആൻഡ് സൈനുകയെ ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി AKGSMA മലപ്പുറം ജില്ലാ വർക്കിംഗ് സെക്രട്ടറി NV പ്രകാശ് സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നൽകുന്നത് പ്രിയ മാനേജിംഗ് പാർട്ണേഴ്സ് ഷംസുക ആൻഡ് സൈനുക. അടുത്ത സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി AKGSMA മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പവിഴം ഹംസ സാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നൽകുന്നതിനായി പ്രിയപ്പെട്ട മാനേജിംഗ് പാർട്ണേഴ്സ് ഷംസു സാറിനെയും സൈനുക രണ്ടുപേരെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി AKGSMA മലപ്പുറം ജില്ലാ സ്വർണോത്സവം കോർഡിനേറ്റർ സക്കീർ പുലാമന്തോൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ബ്രദർ നവാസ് ആണ് മൊമെന്റ് ഏറ്റുവാങ്ങുന്നത്. സോ അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ജനഹൃദയങ്ങളിൽ മറക്കാനാകാത്ത നാമം തൗഫീഖ് ഗോൾഡ് അന്നും ഇന്നും എന്നും സത്യത്തിന്റെ പാതയിൽ മാത്രം. ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുവാണ്. നിങ്ങൾ തന്റെ സ്നേഹവും സപ്പോർട്ടും സഹകരണവുമാണ് തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും സഹകരണവും തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അത്രമാത്രം പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. സ്പോർട്ട് നറുക്കെടുപ്പ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കുന്നതാണ്. ഇനിയും ആരെങ്കിലും കൂപ്പൺ നിക്ഷേപിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൂപ്പൺ നിക്ഷേപിക്കേണ്ട ബോക്സിൽ നിങ്ങളുടെ പേരെഴുതി നിക്ഷേപിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സ്പോർട്സ് നറുക്കെടുപ്പിന്റെ സമയത്ത് വിജയി ഇവിടെ ഇല്ല എങ്കിൽ അവർക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നത് സാധ്യമല്ല. സോ ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അടുത്തതായി മൊമെന്റോ കൈപ്പറ്റുന്നതിനായി നമ്മൾ ഏവരെയും നല്ല ഗാനങ്ങൾ കൊണ്ട് കീഴടക്കിയ അനുഗ്രഹീത കലാകാരൻ ശ്രീനാഥിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്കറിയാം നമുക്കിടയിൽ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. സോ ഒരു കൊച്ചു കലാകാരി നിങ്ങൾക്കായിട്ട് ഒരു പാട്ട് പാടി തരാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ മോളുടെ പാട്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. പാങ്ങച്ചേണ്ടിയുടെ മണ്ണിൽ 30 വർഷക്കാലമായി പാരമ്പര്യമുള്ള തൗഫീഖ് ഗോൾഡ് ജനഹൃദയങ്ങളിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൗഫീഖ് നിങ്ങൾക്ക് നൽകുന്ന മികച്ച സർവീസിന് നിങ്ങൾ തിരിച്ചു നൽകുന്ന ഈ സ്നേഹം ജില്ലയിലെ 1000-ഓളം ജ്വല്ലറികളിൽ നിന്ന് തൗഫീഖ് ഗോൾഡിനെ മികച്ചു നിർത്തിയത് നിങ്ങൾ നൽകുന്ന പിന്തുണ മാത്രമാണ്. ജനഹൃദയങ്ങളിൽ മറക്കാനാകാത്ത നാമം തൗഫീഖ് ഗോൾഡ് അന്നും ഇന്നും എന്നും സത്യത്തിന്റെ പാതയിൽ മാത്രം. ഈ ഒരു അസുലഭ നിമിഷത്തെ അതിമനോഹരമാക്കിയ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പേര് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സ്പോർട്ട് നറുക്കെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. സോ നമ്മൾ ഏവരും തന്നെ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ സ്പോർട്ട് നറുക്കെടുപ്പിന് വേണ്ടി. സോ അല്പസമയത്തിനകം തന്നെ സ്പോർട്ട് നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും. ആരൊക്കെയാണ് ആ ഭാഗ്യശാലികൾ, ആ 3 ഭാഗ്യശാലികൾ ആരൊക്കെയാണെന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ സാധിക്കുന്നതാണ്.
സോ നമുക്ക് ഏവർക്കും എല്ലാവരുടെ മൈൻഡിലും ഞാനായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും അല്ലെ? സോ അല്പസമയത്തിനകം തന്നെ ആ 3 ഭാഗ്യശാലികളെയും നമ്മൾ കണ്ടെത്തുന്നതായിരിക്കും. തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുപാട് അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. സോ ഈ ഒരു അവസരത്തെ അതിമനോഹരമാക്കിയ നിങ്ങളുടെ ഓരോരുത്തരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ തൗഫീഖിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏവരും തന്നെ കാത്തിരുന്ന അത്രയ്ക്കും എന്താ പറയാ, അത്ര എക്സൈറ്റഡ് ആയിരുന്നു അല്ലെ നമ്മൾ ഏവരും തന്നെ. സോ ആരായിരിക്കും ഭാഗ്യശാലി? എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി നൽകിയേക്കുമോ? ആ ഭാഗ്യശാലിയെ നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടെത്താവുന്നതാണ്. ആദ്യ ഭാഗ്യശാലിയെ നമ്മൾ പറയാനായിട്ട് പോവാണ് ഉമ്മർ. കോണ്ടാക്ട് നമ്പർ വായിക്കാനായിട്ട് പോവാണ് 8714169511. ഉമ്മർ പാ, അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ എത്രയും വേഗം തന്നെ വേദിയുമായി ബന്ധപ്പെട്ടെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗിഫ്റ്റ് കിട്ടൂ എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. സോ നമുക്ക് ഇവിടെ ഇല്ലാന്ന് കരുതുന്നു. അടുത്ത നറുക്കെടുപ്പിലേക്ക് പോകാം അല്ലെ? ഓക്കെ, സോ എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത് എല്ലാവരും ചേർന്ന് ആരായിരിക്കും നമ്മളിൽ ആരെങ്കിലും ആണോ നോക്കാം. യൂസുഫ് അലി കോണ്ടാക്ട് നമ്പർ വായിക്കാം 7356373526. യൂസുഫ് അലി കോണിക്കൽ 7356373526. അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു നറുക്കെടുക്കുന്ന സമയത്ത് ഈ ഭാഗ്യശാലികൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നത്. സോ നമുക്ക് അടുത്ത നറുക്കെടുപ്പിലേക്ക് പോവാം. ആരായിരിക്കും ആ ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം. ജയശ്രീ പാങ്ങച്ചേണ്ടി കോണ്ടാക്ട് നമ്പർ വായിക്കാം 9745230345. 9745230345. ഇവിടെ ഉണ്ടോ? ഓ, നല്ലൊരു കൈയടി കൊടുത്തേ. ഭാഗ്യശാലി എത്തിച്ചേർന്നിരിക്കുകയാണ്. തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്പോർട്സ് നറുക്കെടുപ്പിലൂടെ സമ്മാനം കരസ്ഥമാക്കിയ നല്ലൊരു കൈയടി കൊടുത്ത് എല്ലാവരും ചേർന്ന്. ജയശ്രീയുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ജയശ്രീയുടെ ഭർത്താവാണ് ഇവിടുത്തെ ചേർന്നുള്ളത്. സോ അദ്ദേഹം നല്ലൊരു കൈയടി കൊടുത്തേ. സോ നമ്മൾ ഏവരും കാത്തിരുന്ന ഒരു ഭാഗ്യശാലിയെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ അടുത്ത ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് ഏവർക്കും തന്നെ നോക്കാം. നമ്മൾ ഏവരും തന്നെ എക്സൈറ്റഡ് ആണ്. ആ 3 പേരിൽ ഒരാളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. റഫീഖ് പരവയ്ക്കൽ ഞാൻ കോണ്ടാക്ട് നമ്പർ വായിക്കാം 96. റഫീഖ് പരവയ്ക്കൽ 9846817206. റഫീഖ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ വേദിയുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഇവിടെ ഇല്ല, അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇല്ല എന്ന് കരുതുന്നു. സോ അടുത്ത നറുക്കെടുപ്പിലേക്ക് പോവാം. ആരായിരിക്കും രണ്ടാമത്തെ ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം. 3 പേർക്കാണ് തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അത്യാകർഷകമായ സമ്മാനങ്ങൾ നൽകിയിട്ടുള്ളത്. സതീശൻ പാങ്ങച്ചേണ്ടി കോണ്ടാക്ട് നമ്പർ വായിക്കാം 7358919450. 7358919450. ഓക്കെ, അപ്പം അടുത്ത് നറുക്കെടുത്തിട്ടുണ്ട്. അൻഷിഫ് 8089143486. 8089143486. അദ്ദേഹത്തിന്റെ പ്രസൻസും ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു. അടുത്ത നറുക്കിലേക്ക് പോവാം. മുഹമ്മദ് കുട്ടി പാങ്ങച്ചേണ്ടി 9745124238.
മുഹമ്മദ് കുട്ടി 9745124238. അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ വേദിയുമായിട്ട് ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ ഇല്ല എന്ന് കരുതുന്നു. അടുത്ത നറുക്കിലേക്ക് പോവാം. സുബൈദ അമ്പലപ്പറമ്പ് 9846145894. നല്ലൊരു കൈയ്യടി കൊടുത്തിയ രണ്ടാമത്തെ ഭാഗ്യശാലി തൗഫീഖിന്റെ ഭാഗ്യശാലി എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ നമ്മൾ ഏവരും തന്നെ കാത്തിരുന്ന ഭാഗ്യശാലിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. രണ്ടുപേരും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ സുബൈദക്ക് വേണ്ടിയില്ല നല്ലൊരു കൈയ്യടി കൊടുത്ത് എല്ലാവരും ചേർന്നു. വിളിച്ചതിൽ എത്തിച്ചേർന്ന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഒരുപാട് സമയമായിട്ട് ഇവിടെ കാണുകയാണ്, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് യൂസഫ് കോണിക്കൽ. ഇദ്ദേഹം മലയാളിയല്ല, സോ അതുകൊണ്ടാണ് അല്പം ലേറ്റ് ആയി പോയത്. സോ എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി കൊടുത്തേ. നമ്മുടെ കേരളത്തിൽ നിന്നും അതും തൗഫീഖിൽ നിന്നും ഇത്രയും നല്ലൊരു സമ്മാനം നൽകാൻ കഴിഞ്ഞു എന്നതിൽ ഒരുപാട് സന്തോഷം. അടുത്തതായി തൗഫീഖ് ഗോൾഡൻ ഡയമണ്ടിന്റെ പ്രോത്സാഹന സമ്മാനം നേരത്തെ വിളിച്ച സമയത്ത് ഇവിടെ ഇല്ലാതിരുന്ന വ്യക്തി PKK മാനു സാറിന് ഈ സമ്മാനം നൽകുകയാണ്. സമ്മാനം നൽകുന്നതിനായി AKGSMA ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അക്ബർ സാറിനെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നതിനായി PKK മാനു സാറിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി കൊടുത്ത ഈ ഒരു അസുലഭ നിമിഷത്തിൽ ആർക്കെങ്കിലും സമ്മാനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ വേദിയായിട്ട് ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തുനിന്ന കൊച്ചുമോളുടെ ഗാനമാണ്. ചെന്നൈയുടെ മണ്ണിൽ 30 വർഷക്കാലമായി പാരമ്പര്യമുള്ള തൗഫീഖ് ഗോൾഡ് ജനഹൃദയങ്ങളിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മളേവരും കണ്ട ഈ ഒരു ധന്യ മുഹൂർത്തം നിങ്ങളേവരുടെയും പൂർണ്ണമായ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെയുള്ള സ്വിഫ്റ്റ് കാറുകളും സമ്മാനങ്ങളും ഇനിയും നിങ്ങളിലേക്ക് എത്താൻ തൗഫീഖ് ഗോൾഡ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അകമൊഴിഞ്ഞ പൂർണ്ണമായ സപ്പോർട്ട് എന്നും തൗഫീഖ് ഗോൾഡ് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ മോളുടെ ഗാനം ആസ്വദിക്കാം. സോ ദിയ ആണ് പാട്ട് പാടാനായിട്ട് എത്തിയിട്ടുള്ളത്. നല്ലൊരു കൈയ്യടി കൊടുത്തേ. അടുത്ത തലമുറയുടെ മിന്നും താരമാണ്. സോ ഒരിക്കൽ കൂടി നല്ലൊരു കൈയ്യടി കൂടി നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നല്ല ടാലന്റ് ഉണ്ട്.
ഇതുപോലെ ഒരുപാട് ടാലന്റ് ഉള്ളവരാണ് നമുക്കിടയിൽ പലരും. സോ ആരെങ്കിലും പാട്ടൊക്കെ പാടാൻ റെഡി ആണെങ്കിൽ ഒരുപാട് അത്യാകർഷകമായ സമ്മാനങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. സ്വർണോത്സവം ഗിഫ്റ്റ് നൽകുന്നതിനായി അയ്മു ഹാജിഖാന് ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി നമ്മൾക്ക് ഏവർക്കും ഇമ്പമാർന്ന മറ്റൊരു ഗാനവുമായി തൗഫീഖ് ഗോൾഡിന്റെ സ്റ്റാഫ് കൂടിയായ രമേശ് കാവുംപുരം. ഇന്ന് വളരെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷന്റെ സ്വർണ്ണവർഷം 2023 ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സമ്മേളിച്ച സ്വർണ്ണവർഷം 2023 ബമ്പർ സമ്മാനമായ ഷിഫ്റ്റ് കാറ്, അത് നമ്മളെ സ്വന്തം പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, ഈ നാടിന്റെ സ്വന്തമായ തൗഫീഖ് ഗോൾഡ് സൂക്കിന്റെ കസ്റ്റമർക്ക് കിട്ടിയതെന്നുള്ളത് വളരെ സന്തോഷം തന്നെയാണ്. ഈ അസുബിള മുഹൂർത്തത്തിൽ ഇവിടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചാണ് നമ്മുടെ MLA മഞ്ഞാങ്കുഴി സാർ വന്നത്. അതുപോലെ ജില്ലാ നേതാക്കൾ അവരൊക്കെ അവരുടെ ഷോപ്പിൽ നിന്ന് ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എല്ലാവർക്കും ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് കടകളിൽ. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് അവരെ ഇന്ന് നമ്മോടൊപ്പം സമ്മതിക്കെത്തി. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, അതുപോലെ ഈ ചടങ്ങ് മനോഹരമാക്കിയ 2 ആംഗേഴ്സ് ശ്രീലക്ഷ്മി അതുപോലെ മുബശ്ശർ മാം, എല്ലാവർക്കും തൗഫീഖ് ഗോൾഡ് സൂക്കിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നമസ്കാരം. പാങ് ചേണ്ടിയിലെ തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ടുഡേ ന്യൂസ് ഇപ്പോഴുള്ളത്. ഓൾ കേരള ഗോൾഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ നടത്തിയ സ്വർണോത്സവം എന്ന വലിയ സമ്മാന പദ്ധതിയുടെ 1ാം സമ്മാനമായ സ്വിഫ്റ്റ് കാർ നേടിയിരിക്കുന്നത്